മറ്റൊരു വാർത്തയിലേക്കാണ്. വിദ്വേഷ പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസിൽ 50 എംപിമാർ ഒപ്പിട്ടതായി വിവരം. നോട്ടീസ് ഇതുവരെ തള്ളിയിട്ടില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി. ചുരുങ്ങിയത് 50 എംപിമാരെങ്കിലും ഒപ്പിട്ടാൽ മാത്രമേ നോട്ടീസുമായി മുന്നോട്ടു പോകാനാകൂ. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, എന്തൊക്കെ വിവരങ്ങൾ? വിദ്വേഷ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസിലാണ് ഇപ്പോൾ 50 എംപിമാരിൽ അധികം പേർ ഒപ്പിട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ചുരുങ്ങിയത് 50 എംപിമാരെങ്കിലും ഒപ്പിട്ടാൽ മാത്രമേ നോട്ടീസുമായി മുന്നോട്ട് പോകാൻ രാജ്യസഭയ്ക്ക് സാധിക്കുകയുള്ളൂ. നോട്ടീസ് ഇതുവരെ തള്ളിയിട്ടില്ലെന്നാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. 1968 ജഡ്ജ് എൻക്വയറി നിയമപ്രകാരം നോട്ടീസ് തള്ളാൻ പ്രത്യേക സമയപരിധി ഇല്ലെന്നാണ് ഇതിനൊരു കാരണമായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇത്രയും പേർ ഒപ്പിട്ടതിന് സ്ഥിരീകരണമില്ലെന്നാണ് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പറയുന്നത്. ഒപ്പ് സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെട്ട് ഇമെയിൽ അയച്ചിട്ട് 6 എംപിമാർ സ്ഥിരീകരണം നൽകിയില്ലെന്നാണ് സെക്രട്ടേറിയറ്റ് ഒരു വിശദീകരണമായി ഇപ്പോൾ നൽകുന്നത്. എന്നാൽ എംപിമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ 50-ലധികം എംപിമാർ ഇതിനോടകം തന്നെ ഒപ്പിട്ടതായിട്ടാണ് എംപിമാർ നൽകുന്ന വിവരം. ഏത് ഇമെയിലിലാണ് സ്ഥിരീകരണം ചോദിച്ചതെന്ന് അറിയില്ലെന്ന് കോൺഗ്രസ് എം പി കപിൽ സിബൽ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിരീകരണം നൽകിയില്ലെന്ന് പറഞ്ഞ് ഉപരാഷ്ട്രപതി നോട്ടീസ് തള്ളിയാൽ സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ടാണ് ഇപ്പോൾ എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്.